ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ നമ്മളെ പട്ടാമ്പി ടൗണിൽ ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ട് വടക്കുമുറി എന്ന സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഒരു ഹലുവ കഷ്ണം മാതിരിയുള്ള ഒരു 50 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അതിനകത്തൊരു വീടും ഉണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങൾ ഒന്ന് പോയി നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതെ, അപ്പൊ നമ്മൾ ഇന്ന് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ടൗണിൽ ഏകദേശം ഒരു 1 കിലോമീറ്റർ മാറിയിട്ട് വടക്കുമുറി എന്ന സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതാ കാണുന്നതാണ് സ്ഥലം. 50 സെന്റ് സ്ഥലമാണ്. നല്ല അലുവ കഷ്ണന്മാരത്തെ ചതുരായിട്ടുള്ള സ്ഥലമാണെന്ന് കൊടുക്കാനുള്ളത്. പട്ടാമ്പി പെരിന്തൽമണ്ണ റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 250-300 മീറ്റർ കഷ്ടിച്ച് ദൂരം വരുന്നുള്ളൂ. നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറയുന്നത്, നമ്മളെ പ്ലോട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ കറണ്ടിന്റെ പോസ്റ്റാണ് ഈ കാണുന്നത്. നമുക്ക് സ്ഥലം കാണിച്ചു കൊടുക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഈ ഒരു പറമ്പിലോട്ട്, ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള വഴിയുടെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കണ്ടേ? അത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു റോഡില്ലേ, അതെ, ഈ റോഡ് വരുന്ന പട്ടാമ്പി ടൗണിൽ നിന്ന് വരുന്ന റോഡാണ്. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരാണ് വരുന്നത്. നമുക്ക് ഇവിടുന്ന് നേരെ ഹൈവേയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ആകെ ഒരു 250-300 മീറ്റർ കഷ്ടിച്ച് ദൂരേ ഉള്ളൂ അല്ലേ? അതെ. ഇത് നമ്മൾ ഈ ഒരു പ്ലോട്ടിനോട് ഇത് കണ്ടോ, നമുക്ക് ചുറ്റും മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തം മൂന്ന് സൈഡിൽ കൂടെ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് റോഡുണ്ട്. പിന്നെ അടുത്തടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. നമുക്ക് കണ്ടില്ലേ, ചുറ്റുപാടും അതിലൊക്കെ ഫുള്ള് വീടുകൾ ഇഷ്ടം പോലെ. 3 സൈഡിൽ കൂടെ റോഡ് പോണുണ്ട്. ചുറ്റും മതില് കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടതാണ്. നമ്മളെ ഈ റോഡ് പോകുന്നത് പള്ളിപ്പുറം കുറുമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ ഈ റോഡ് പോകുന്നത്. അല്ല, ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പോകുന്ന റൂട്ടാണ്. പിന്നെ നമുക്ക് ബസ്സിലോട്ട് പോകാൻ വേണ്ടി ഏകദേശം ഒരു 250-300 മീറ്റർ കഷ്ടിച്ചത്ര പോയാൽ മതി അല്ലേ? അതെ. അപ്പൊ ഇനി വീടൊക്കെ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പർപ്പസിനൊക്കെ പറ്റിയതൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 10 മീറ്റർ മാറിയിട്ടതാണ് അവിടെ ഒരു നമുക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ 24 മണിക്കൂറും ഡോക്ടറിൻ്റെ സേവനം അവിടെ അവൈലബിൾ ആണ്. നമുക്ക് നമ്മളെ വീട്ടിൽ സുഖമില്ലാത്ത ആൾക്കാരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 24 മണിക്കൂറും അവരുടെ സേവനം ലഭ്യമാണ്. അപ്പോൾ നമുക്ക് നമ്മളെ പ്ലോട്ടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്ഥലത്തോട്ട് കയറി വരുമ്പോൾ നോക്കിയേ, ഫ്രണ്ട് തന്നെ കിണർ കാണുന്നു. നമ്മളെ ഒരു പ്ലോട്ടിൽ 2 കിണറാണുള്ളത്. ഒന്ന് ഇതും പിന്നെ ഒന്നിതാണ് ആ കാണുന്നത്. അങ്ങനെ 2 കിണറാണുള്ളത്. അപ്പൊ നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. അപ്പൊ ഇനി ഇതൊന്ന് നോക്കാം നമുക്ക്. അപ്പൊ കിണറ്റില് നമുക്ക് എത്ര വെള്ളം ഉണ്ടെന്നൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? വെള്ളം നോക്കിയാണെങ്കിൽ നല്ല വറ്റാത്ത വെള്ളമുള്ള നല്ല വെള്ളാട്ടോ. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. 365 ദിവസവും നമുക്ക് ഇതേപോലെ വെള്ളം നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ കിണർ കണ്ടില്ല, ഇനി നമുക്ക് ആ കിണറൊന്ന് നോക്കട്ടോ. അതിനകത്ത് വെള്ളം ഉണ്ടാക്കുക നോക്കുക. അപ്പൊ നല്ല തണുപ്പുള്ള സ്ഥലം അല്ലേ? നല്ല സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇതിന്നാണ് ഇവര് വെള്ളം എടുക്കുന്നല്ലേ? ഇതിലുണ്ടല്ലേ നല്ല വെള്ളം. ഇതിലും നല്ല വെള്ളമുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഇതിപ്പോ ഒരു കുടിക്കാനൊക്കെ ഇപ്പൊ ഇതിനകത്ത് നിന്നാണ് എടുക്കുന്നത്. വേറെ ബോർവെല്ലോ കാര്യങ്ങളോ ഒന്നും. നല്ല വെള്ളമാണ്. സൈഡെല്ലാം കെട്ടി നല്ല അടിപൊളിയൊക്കെ ഉണ്ടല്ലേ? അതെ. നമ്മളിപ്പോ ഒരു സ്ഥലമൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ അതിനകത്ത് കറണ്ട്, വെള്ളം, വഴി ഇതൊക്കെ നോക്കും നമ്മള്. അപ്പൊ ഇത് നോക്കി 2 കിണറിനിട്ട് 2ലും നല്ല പച്ചവെള്ളം, നല്ല ശുദ്ധമായ പച്ചവെള്ളം കുടിക്കട്ടെ. നമുക്ക് പറ്റാത്ത വെള്ളം ഉള്ളതാണ്. അധികം താഴ്ചയോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ശുദ്ധമായ വെള്ളം, ബോർവെൽ അടിക്കേണ്ട കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നല്ല 365 ദിവസമാണ് ഇതേപോലെ പച്ചവെള്ളം കുടിക്കാം. കിണറ്റിൽ നിന്ന് വെള്ളം മുക്കി കോരി കുടിക്കുകയും ചെയ്യാം അല്ലേ? പിന്നെ നമുക്ക് ഇതിനകത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഒരു പൈപ്പ് കണക്ഷനും കൂടി വരുന്നുണ്ട്. ഇതിനകത്ത് ഫുൾ ടൈം വെള്ളം ഉണ്ടാവും. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ ഒന്നുമില്ല. ഫുൾ ടൈം വെള്ളം ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ നമുക്ക് ഇനി വേറെ കാര്യം പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് ഏകദേശം ഒരു 32 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്താട്ടോ. അതുപോലെ നമുക്ക് ഏകദേശം ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടെ പട്ടാമ്പിയിൽ പുതിയ സിവിൽ സ്റ്റേഷന്റെ വർക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അത്യാവശ്യം നല്ലൊരു പ്ലോട്ടാണ്. പിന്നെ നമ്മളെ പറമ്പിൽ ഒരുപാട് ഫലവൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാവ്, പ്ലാവ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പ്ലാവൊക്കെ നല്ല കായൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ തേക്ക്, മഹാഗണി, ഇതൊക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ തേക്കാണ്. ഇതാ ഇവിടെയും വലിയൊരു തേക്കുണ്ടല്ലേ? തേക്ക് ഇതാ കാണുന്നത് മഹാഗണിയാണ്. അപ്പൊ ഇതാണ് ഇപ്പൊ ഇതിനകത്തുള്ള വീട് കേട്ടോ. അതിപ്പോ ഏകദേശം കുറച്ച് പഴക്കമുള്ള വീടാണ്. പിന്നെ 4 ബെഡ്റൂം ഒക്കെ ആയിട്ട് താഴെ 2 റൂം, അതുപോലെ മേലെ 2 റൂം വരുന്നുണ്ട്. മച്ചൊക്കെ ഉള്ള വീടാണ് കേട്ടോ. കുറച്ച് പഴക്കമുള്ള വീടാണ് ചേട്ടായേ? കുറച്ച് പഴക്കമുള്ള വീടാണ്. നല്ല വീടാണ്, കുഴപ്പമൊന്നുമില്ല. താമസിക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി വീടാണ്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ. മൊത്തം ഒരു 4 ബെഡ്റൂമുള്ള
സൂപ്പർ വീടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് പട്ടാമ്പി ടൗണിലോട്ട് പോകാൻ ഏകദേശം 1 കിലോമീറ്ററും, പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ, പട്ടാമ്പിയിൽ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെരിന്തൽമണ്ണ ഉണ്ട്. പെരിന്തൽമണ്ണയിലോട്ട് ഏകദേശം 20 കിലോമീറ്ററും, പിന്നെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചെർപ്പുളശ്ശേരി അത്യാവശ്യം വലിയ ടൗണാണ്, ചെർപ്പുളശ്ശേരിയിലോട്ട് 17 കിലോമീറ്ററും, പിന്നെ നമുക്ക് ടെമ്പിൾ കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ഗുരുവായൂരുണ്ട്. നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 32 കിലോമീറ്ററാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി എന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള നല്ല അടിപൊളി ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ്. നമ്മൾ പറമ്പിൽ നോക്കി ഇതേപോലെ എല്ലാ പ്ലാവ്, മാവ്, തേക്ക്, അതുപോലെ തെങ്ങ്, ഇങ്ങനെയുള്ള എല്ലാ മരങ്ങളും ഉണ്ട് കേട്ടോ. പ്ലാവൊക്കെ നല്ല കായ്ക്കുന്നൊക്കെ ഉണ്ടല്ലേ. പിന്നെതാ മാവൊക്കെ ആണ്ട് നല്ല പൂത്തിട്ടുണ്ട്. അവിടെ കാണുന്ന മാവാണ്. അതുപോലെ എന്താ അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. തേങ്ങയ്ക്കാണെങ്കിലും വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന പറമ്പിന്റെ ഈ ഒരു എൻഡിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അടുത്തൊക്കെ നോക്കി ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിപ്പോ മൊത്തം 50 സെന്റ് സ്ഥലമാണുള്ളത്. അപ്പൊ ഇനിയിപ്പോ വേണമെങ്കിൽ ഇനിയിപ്പോ 50 സെന്റ് സ്ഥലം നിങ്ങൾക്ക് മൊത്തം എടുക്കാൻ നിങ്ങളെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 സെന്റോ 10 സെന്റോ ഒക്കെ ആയിട്ട് അങ്ങനെ പ്ലോട്ടുകളായിട്ടൊക്കെ എടുക്കാൻ. നിങ്ങൾ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, അതല്ല ഒരു ചെറിയൊരു കടയൊക്കെ ഇട്ടിട്ട് താമസിക്കാനൊക്കെ, ഇതിൻ്റെ അടുത്തൊക്കെ ഒരുപാട് വീടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു കടയൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനൊക്കെ ആണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റുന്ന സ്ഥലം കൂടിയാണ്. 5 സെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ 5 സെൻറ്റായിട്ട് കൊടുക്കും, അതല്ലെങ്കിൽ 10 സെൻറ്റ് വേണമെങ്കിൽ 10 സെൻറ്റ് കൊടുക്കും, 20 സെൻറ്റ് ആണെങ്കിൽ 20 സെൻറ്റ്, അങ്ങനെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇവരിത് ഈ ഒരു പ്ലോട്ട് മുറിച്ച് കൊടുക്കാൻ റെഡിയാണ്. അത്രയ്ക്ക് നല്ല അലുവാ കഷ്ണം പൊരിക്കാനുള്ള നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് ഇപ്പം നല്ല വാട്ടർ ലെവൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ലെവലിൽ നിൽക്കുന്ന ഒരു അത്രയും നല്ല സ്ഥലമാണ് അല്ലേ. അതെ, ഇപ്പം നമ്മൾ അവിടെ നിന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചു തന്നത് ഈ ഒരു ഭാഗം. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കാം. ആ ഒരു സൈഡിൽ കൂടെ ഉള്ള വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇതാ പറമ്പിന്റെ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് റോഡ് പോകുന്നുണ്ട് കേട്ടോ. 3 സൈഡിൽ കൂടെ റോഡ് പോണ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയും സ്ഥലം കൊടുക്കാം അല്ലേ. അതെ, ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഭാഗത്താണ് സ്ഥലം വീട് വെക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ വേണമെങ്കിൽ നമുക്ക് പ്ലോട്ട് ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ അതിൽ ആ സൈഡിൽ എടുക്കണമെങ്കിൽ അവിടെ എടുക്കാം. ചുറ്റും വഴിയുണ്ട്. ഫ്രണ്ടിൽ ആ ഭാഗത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എടുക്കാം. ചുറ്റുഭാഗവും വഴിയുണ്ട്, വീടുകളുണ്ട്, അയൽവാസികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അടുത്തൊക്കെ വീടും ആൾക്കാരൊക്കെ ഇഷ്ടം പോലുള്ളൊരു ഏരിയ ആണ്. നിങ്ങൾ നോക്കി, ഞങ്ങളിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ വീടിന്റെ ഈ ഒരു ബാക്ക് സൈഡിലാണ് കേട്ടോ. പുറകുവശത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ എന്താ പറയുക, നല്ല തണുപ്പും ഫുള്ളും മരങ്ങളും ഇതൊക്കെ നോക്കി. മാവൊക്കെ വലിയ മാവാട്ടോ. ഇങ്ങനെ പഴയ വീടാണ്. ഒന്ന് നോക്കി എന്താ സ്റ്റൈൽ, പഴയ ഇല്ലൊക്കെ ഒക്കെ പറയില്ല നമ്മൾ, തറവാട് വീടൊക്കെ. അപ്പം അങ്ങനത്തെ ആ ഒരു സ്റ്റൈലിലുള്ളൊരു മച്ചൊക്കെ ഉള്ള വീടാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഇതാ മരങ്ങളൊക്കെ നോക്കി, പ്ലാവ്, മാവ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പറമ്പിൽ. നല്ലൊരു അടിപൊളി സൈറ്റ് സ്ഥലമാണ്. എന്താ രസം എന്നറിയോ, നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നല്ല സൈലന്റ് ആയിട്ടുള്ളൊരു ഇതില്ലേ. അതെ, നല്ലൊരു നൊസ്റ്റാൾജിയ അല്ലേ. ഒരു നൊസ്റ്റാൾജിയ, ആ ഒരു വൈബ് ഉണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ ഫേസ്ബുക്കിലൊക്കെയാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്, ഇൻസ്റ്റയിലൊക്കെ. അപ്പോൾ അവരൊക്കെ ഒന്ന് പേജ് ഫോളോ ചെയ്തിടുക. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ അവിടെ ഒന്ന് നിന്നിട്ട് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ കാണുന്നത്, പുറകുവശം. അപ്പോൾ അടുത്ത് നമ്മളെ ഫ്രണ്ടിൽ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ പോണ റോഡാണ് ഇപ്പോൾ ഇത്. ഇതിപ്പോൾ പട്ടാമ്പി ടൗണിൽ നിന്ന് നമുക്ക് പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണ റോഡാണ് ഈ കാണുന്നത്. അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. ഒക്കെ വലിയ വലിയ വീടുകൾ അടുത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വീടുകളെല്ലാം. പിന്നെ ഇത് നല്ല ചതുരായി കിടക്കുന്ന നല്ല നിരന്ന സ്ഥലമാണ്. ഏത് സൈഡിൽ വേണമെങ്കിലും വീടെല്ലാം വെക്കാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. ഈ ഒരു പ്ലോട്ട് ആര് വന്ന് കണ്ടു കഴിഞ്ഞാലും എന്തായാലും എടുക്കൂലേ. അതെ, അത്രയ്ക്ക് ഇഷ്ടപ്പെടും വന്ന് കണ്ടു കഴിഞ്ഞാൽ. ഈ മരങ്ങളാണ് ഇത്, അതൊക്കെ തേക്കും ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. മഹാഗണി പോലത്തെ മരങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്ലോട്ട് നമുക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്ക്, കുട്ടികൾക്കൊക്കെ പഠിക്കാൻ സൗകര്യത്തിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്ക് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ MES ഇന്റർനാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ് സംസ്കൃത കോളേജ് പറഞ്ഞ പുന്നശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഏകദേശം 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് സംസ്കൃത കോളേജ് ഉണ്ട്. പിന്നെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. നമുക്ക് 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 1/2 കിലോമീറ്ററും കൂടി പോകണ്ട. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് കഷ്ടിച്ചൊരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ
നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പൊ നമ്മളെ വീടും സ്ഥലമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കണം. നമ്മളെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ട് വടക്കുമുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ഇപ്പം കണ്ട 50 സെൻറ്റ് സ്ഥലവും ഒരു വീടൊക്കെ ഉള്ളത്. നല്ല അടിപൊളി പ്രോപ്പർട്ടി, പിന്നെ വീട് വെച്ച് താമസിക്കാനൊക്കെ പറ്റുന്ന നല്ല സൂപ്പർ പ്രോപ്പർട്ടി തന്നെ അല്ലേ. മൊത്തം വേണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഇവർ സെയിൽ ചെയ്യും. അതല്ല 5 സെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ 5, 10, 20 സെൻറ്റൊക്കെ ആയിട്ട് ഇവർ പ്ലോട്ടായിട്ട് കൊടുക്കാൻ ഇവർ റെഡിയാണ്. അപ്പോൾ ഇനി ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 200-250 കഷ്ടിച്ചൊരു 200-250 മീറ്റർ പോയി കഴിഞ്ഞാൽ പട്ടാമ്പി പെരിന്തൽമണ്ണ റൂട്ടിൽ ഹൈവേയിലോട്ട് എത്തും. എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള സൂപ്പർ സ്ഥലമാണ്. പിന്നെ നമുക്ക് സ്കൂള്, പള്ളി, അമ്പലം എന്ന് വേണ്ട എല്ലാം ഏകദേശം ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇഷ്ടമാകുക, അതല്ല ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണം എന്നൊക്കെ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഇതിൻ്റെ ഓണർ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ വീടോ സ്ഥലങ്ങളോ പ്രോപ്പർട്ടികളോ എന്തെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.